നമ്മുടെ പ്രാണപ്രിയൻ വരാറായി. അത്തിയെ നോക്കി ഒരു ബൊമ്മ പഠിപ്പീൻ, അതിൻ്റെ കൊമ്പളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവനടുക്ക വാതിൽക്കൽ. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ജനം ആരുടെ നേരെ എത്തും? ഇസ്രയേൽ മക്കളുടെ നേരെ എത്തുമെങ്കിൽ അതിനാസ്പദമായി രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ നടക്കണം. ഒന്ന്, ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ രാഷ്ട്രം തകരണം. വായിക്കുന്നു യിരെമ്യാ പ്രവചനം 22-ാം അധ്യായം 21-22 വാക്യങ്ങൾ. റഷ്യക്ക് നേരെ ഇസ്രയേൽ, അതുപോലെ തന്നെ ഇസ്രയേലിന് നേരെ റഷ്യ മുഖാമുഖം വരുന്ന ഒരു ദിവസം. യിരെമ്യാ പ്രവചനം 22-ാം അധ്യായം 21-22 വാക്യങ്ങൾ വായിച്ചട്ടെ. നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു. ഇസ്രായേലേ, നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു. അടുത്ത വാക്ക്, നീയോ ഞാൻ കേൾക്കയില്ല എന്ന് പറഞ്ഞു. നീയോ ഞാൻ കേൾക്കുകയില്ലെന്ന് പറഞ്ഞു. അടുത്ത വാക്ക്, എന്റെ വാക്ക് അനുസരിക്കാതിരിക്കുന്നത്, എന്റെ വാക്ക് അനുസരിക്കാതിരിക്കുന്നത് ബാല്യം മുതൽ നിനക്കുള്ള ശീലം. ബാല്യം മുതൽ നിനക്കുള്ള ശീലം. അവിടെ നിൽക്കട്ടെ, വാക്യം വായിക്കണം. അർത്ഥം, വാക്കനുസരിക്കത്തില്ല, അതവൻ്റെ പണ്ടേ ഉള്ള ശീലമല്ലേ. കഴുതയെ അന്വേഷിച്ച് പോയ ശൗൽ ദൈവത്തിൻ്റെ പ്ലാൻ വിട്ട് പദ്ധതി വിട്ടു പോയി. 2, കാട്ടിനകത്ത് കരമടിച്ച ദാവീദ് അവനെ ഇസ്രയേലിൻ്റെ മധുരഗായകനായി പിന്നത്തതിൽ രാജാവാക്കി. ദൈവത്തിൻ്റെ പ്ലാൻ വിട്ടവൻ പോയില്ലേ. 3-ാമത്തെ ഒരുവൻ ബിലയാം, ബാലാക്കിൻ്റെ കൊട്ടാരത്തിലെ മോഹക്കാഴ്ച കണ്ട് പ്രവാചകൻ തെറ്റിപ്പോയി. എത്ര അവസരം സ്വർഗത്തിലെ ദൈവം കൊടുത്തു. എന്താ അവസരം കൊടുത്തത്? 1, ഈ കഴുത റൂട്ട് മാറി. 2, അവൻ്റെ കാൽ ചെന്ന് ഭിത്തിയുടെ നേരെ ഉരഞ്ഞ് രക്തം കണ്ടു. 3, കഴുത കടന്നു, കയ്യിലിരുന്ന വടിയെടുത്താ കഴുതയെ അടിച്ചത്. അപ്പോൾ സ്വർഗത്തിലെ ദൈവം കഴുതയെ കൊണ്ട് സംസാരിച്ചു. ആരെ മാനസാന്തരപ്പെടുത്താനാ? വിശ്വാസിയല്ല, പ്രവാചകനെ മാനസാന്തരപ്പെടുത്താൻ. ഇതാ ഇസ്രായേലിൻ്റെ കുഴപ്പം. ബാല്യം മുതൽ നീ അനുസരിക്കാത്തവനായിരുന്നു. അടുത്ത വാക്ക്, ഇനി അടുത്തത്, നിന്റെ സ്നേഹിതർ. വായിച്ചാട്ടെ കുഞ്ഞേ. നിന്നെ മേയിക്കുന്നവരെയൊക്കെയും, നിന്നെ മേയിക്കുന്നവരെയൊക്കെയും കൊടുങ്കാറ്റ് മേയിക്കും. അതിന്റെ പേരാ സാമ്പത്തിക മാന്ദ്യം. ഇന്നത്തെ സകല രാഷ്ട്രങ്ങൾ സാമ്പത്തിക മാന്ദ്യം. ഇവിടുന്ന് പിള്ളേരെല്ലാം കൂടെ UK പോയിരിക്കുക ഏതാണ്ട് നേടാനായിട്ട്. നേഴ്സുമാരും അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുക. റഷീ സുനക് വന്ന് ഇപ്പം എല്ലാം ശരിയാക്കാന്ന് പറഞ്ഞ് പുള്ളിയെ ശരിയാക്കിക്കൊണ്ടിരിക്കുക. സ്വോത്രം. അത് 2-ാമത്തെ കാര്യം. അമേരിക്ക, ഞാൻ ദയവ് ചെയ്ത് പറയുക, പെൺപിള്ളാരെയും അവിടോട്ട് കെട്ടിച്ചു വിടല്ലേ. പ്രായം ചെന്ന ആൾക്കാർക്ക് ഇച്ചിരി പെൻഷൻ കിട്ടി അവിടെ ജീവിക്കുക. അമേരിക്കയുടെ കാര്യം കട്ടപ്പോകുകയാണ്. സ്വോത്രം. അവിടെ തീർന്നിരിക്കും, ഒരു രക്ഷയില്ല. അതുകൊണ്ട് നിന്റെ സ്നേഹിതന്മാർ കൊടുങ്കാറ്റ്. 3-ാമത്തത് ഇനിയുള്ളത് ബ്രിട്ടൻ, അത് കഴിഞ്ഞിട്ട് അമേരിക്ക, കാനഡയും ഒരു പരുവത്തിൽ പോവുക. എനിക്കറിയത്തില്ല എപ്പോൾ വീഴുമെന്ന്. പിന്നെ ആകെ ഇപ്പോൾ കൊള്ളാവുന്ന ഒരേ ഒരു സ്ഥലമുണ്ട്, ആർക്കും 10 കാശ് ഉണ്ടാക്കാം, ഓസ്ട്രേലിയ. ചായ എനിക്ക് മേടിച്ചു തരണം, ബാക്കി എല്ലാം പ്രശ്നത്തില്ല. സ്വോത്രം. നിന്റെ സ്നേഹിതന്മാർ കൊടുങ്കാറ്റ് മേയിക്കും. സ്വോത്രം. അതിൻ്റെ അർത്ഥം സാമ്പത്തിക മാന്ദ്യം. അമേരിക്കയിൽ ബാങ്കുകൾ പൊട്ടുന്നു. ഈ അടുത്ത തന്നെ സിലിക്കൺ ബാങ്ക്, അത് കഴിഞ്ഞിട്ട് അമേരിക്കൻ ബാങ്ക്. എത്ര ബാങ്ക് അമേരിക്ക പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. സ്വോത്രം. ഇന്ന് ഇസ്രയേലിനെ അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഒരാക്രമണം ഉണ്ടാകരുത്. ബൈബിൾ എത്ര ക്ലിയർ. നിന്റെ സ്നേഹിതന്മാർ നിന്നെ വിട്ടു പോകും. അടുത്ത വാക്കോടെ വായിച്ചിട്ട് മോളെ. നിന്റെ സ്നേഹിതന്മാർ പ്രവാസത്തിലേക്ക് പോകും. പ്രവാസം. എന്താ പ്രവാസം? പറഞ്ഞുതരോ. ഇന്ന് ഇസ്രയേലിനെ ലോകരാഷ്ട്രങ്ങൾ ആക്രമിക്കാതിരിക്കുന്നത് അമേരിക്ക വാതൊക്കെ നിൽക്കുന്നുണ്ട്. പനച്ചമൂട്ടിന്ന് 3 ചെറുപ്പക്കാർ ബാലരാമപുരത്ത് പോയി. എന്നിട്ട് അവിടെ 2 വെട്ടും 4 കുത്തും നടത്തി. ഇവിടുന്ന് അവർ തിരിച്ച് നേരെ പോരുന്നു. അപ്പോൾ ബാലരാമപുരത്തുള്ള ചെറുപ്പക്കാർ ഈ പനച്ചുമൂടിലെ വീട് അന്വേഷിച്ച് വരിക, അവന്മാരെ കൈകാര്യം ചെയ്യുക. നാടൻ ഭാഷ. പനച്ചുമൂട്ടി ഈ ചെറുപ്പക്കാരുടെ വീട് കണ്ടുപിടിച്ചപ്പോഴാണ് വലിയ കഷ്ടം. വീട്ടിൻ്റെ വാതൊക്കെ ഈ പിള്ളേരപ്പം 3 വടിവാളുമായിട്ടിരിക്കുക. സ്വോത്രം. ഉടനെ അവന്മാർ പറഞ്ഞു, പിള്ളേരെ ഒരു പരുവത്തിയൊക്കെ ഈ അപ്പനെ എങ്ങനെ ശരിയാക്കാൻ പറ്റും? അതുകൊണ്ട് അവർ ബാലരാമപുരത്തേക്ക് തിരിച്ചുപോയി. അതുപോലെ ഇന്ന് ഇസ്രയേലിനെ ലോകരാജ്യങ്ങൾ ആക്രമിക്കാതിരിക്കുന്നത് അമേരിക്ക കാവൽ നിൽക്കുന്നത് കൊണ്ടാണ്. സാമ്പത്തിക മാന്ദ്യം വരുന്ന അമേരിക്ക പ്രവാസത്തിലേക്ക് പോകും. ഒരു 10 പൈസയുടെ സഹായം കൊടുക്കത്തില്ല. സ്വോത്രം. പ്രവാസം എത്ര നല്ല വേട. പരച്ചുമൂട്ടിലെ ചെറുപ്പക്കാരെ സൗദി അറേബ്യ ജോലിയായിരുന്നു. അവൻ കെട്ടും പടം എടുത്ത് തിരിച്ച് പരച്ചുമൂട്ടി വന്ന് 3 കാര്യം. ഒരാട്ടോ എടുത്തു, പ്രവാസി ആട്ടോ. അടുത്ത ഒരു തട്ടുകട തുടങ്ങി, പ്രവാസി തട്ടുകട. അടുത്ത ഒരു പച്ചക്കറി, പ്രവാസി പച്ചക്കറി കട. കേട്ടവർക്കായി സ്വോത്രം. കണ്ടു. അതുപോലെ ഇന്ന് ഇസ്രയേലിന് സൈഡ് കൊടുക്കുന്ന സകല രാഷ്ട്രങ്ങളും അവനെ വിട്ടുപോകും.
നിന്റെ സ്നേഹിതന്മാർ നിന്നെ വിട്ടുപോകുക. അടുത്ത വാക്കൂടെ വായിച്ചാട്ടെ. അപ്പോൾ നീ നിന്റെ സകല ദുഷ്ടതയും നിമിത്തം ഇന്ന് ലോക രാജ്യങ്ങളെ വെല്ലുവിളിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ഇസ്രയേലിന്റെ ഭരണാധികാരി, സകലരെയും വെല്ലുവിളിക്കുന്ന ഭരണാധികാരി നിലവിളിക്കുന്ന ഒരു കാലം വരാറായി. നിന്റെ സകല ദുഷ്ടതയും നിമിത്തം വായിച്ചാട്ടെ. ലജ്ജിച്ച് അമ്പരന്ന് പോകും. ഇന്ന് ലോക രാജ്യങ്ങളെ വെല്ലുവിളിക്കുന്ന ഇസ്രയേൽ ലജ്ജിച്ചു പോകും. അതാ കോവിഡ് കാല സാമ്പത്തിക മാന്ദ്യം. രണ്ടാമത്തെ സംഭവം. ഇനി അടുത്തത് മനസ്സിലാക്കണം. ഇനി അറബ് രാജ്യങ്ങൾ മുഴുവൻ ആർക്കെതിരെ തിരിയും? ഇസ്രയേലിനെതിരെ തിരിയും. അതാ ഇന്നത്തെ പത്രവാർത്തകൾ. രണ്ട് രാജ്യങ്ങൾ ഇന്ന് രാത്രി പഞ്ചാകുഴിയിൽ നിങ്ങൾ കൺവെൻഷൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് രാജ്യങ്ങളെ അവൻ തീർത്തുകൊണ്ടിരിക്കുക. അതിലൊന്ന് സിറിയ, രണ്ട് ലെബനോൻ. അറബ് ലീഗ് എഴുന്നേക്കാൻ പോവുക. യെശയ്യാ പ്രവചനം 17-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അന്ത്യദിനങ്ങൾ. അറബ് ലീഗ് മുഴുവൻ ആർക്കെതിരെ ഇസ്രയേലിന് നേരെ എഴുന്നേറ്റ് വരും. യെശയ്യാ പ്രവചനം 17-1-2 വാക്യങ്ങൾ വായിച്ചട്ടെ. ദമ്മേശെക്കിനെ കുറിച്ചുള്ള പ്രവാചകം. ഡമാസ്കസ്, സിറിയയുടെ തലസ്ഥാനം ഡമാസ്കസ്. ഡമാസ്കസിനെ കുറിച്ചുള്ള പ്രവചനം. അടുത്തത്. ഇതാ ദമ്മേശെക്ക് ഒരു പട്ടണമായിരിക്കാതെ വണ്ണം നീങ്ങിപ്പോയിരിക്കുന്നു. ഇനി നിങ്ങൾ പഴച്ചിമൂട്ടിലും പഞ്ചാങ്കുടിയിലും വാർത്ത കാണുന്നത് ഇസ്രയേൽ സിറിയയുടെ മണ്ടക്കിട്ട് അടിക്കും. അടുത്തത് ലെബനോൻ. ഒരുപക്ഷെ നാളെ പത്രത്തിൽ വരുന്ന വാർത്തയായിരിക്കും ഇന്ന് പ്രസംഗിക്കുന്നത്. വായിക്കാം. അടുത്തത് അരോവർ. വായിച്ചിട്ട് മോളെ. അത് ശൂന്യ കൂമ്പാരമായി സിറിയ ശൂന്യ കൂമ്പാരമാകും. സിറിയനെ അടിക്കും. അറബ് രാജ്യങ്ങൾ എഴുന്നേക്കും, ഇസ്ലാമിക രാജ്യങ്ങൾ. അടുത്തത് അരോവർ. ഇന്നത്തെ ലെബനോൻ. ഹിസ്ബുള്ളയുടെ ഈ രണ്ട് രാഷ്ട്രങ്ങളെ ഇന്ന് രാത്രി ഇസ്രയേൽ അടിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി പറയണം, ഇത് ഈറ്റുനോവിൻ്റെ ആരംഭം. കരമുയരുന്നില്ലല്ലോ. നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. രാത്രി കഴിവാറായി, പകലടുത്തിരിക്കുന്നു. യേശു പറഞ്ഞ പ്രവചനത്തിൻ്റെ നിവർത്തി ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ ഒരു വലിയ കഷ്ടം കോവിഡിൽ ഉണ്ടാകുമെങ്കിൽ അതിൻ്റെ അന്ത്യത്തിന് മുമ്പിൽ ഈ ലോകത്തിൻ്റെ അസ്തമനത്തിലേക്ക് വരുന്ന ദിനങ്ങൾ അടുത്തായിരിക്കുന്നു. എന്നാൽ അതിനു മുമ്പ് തൻ്റെ കാന്തയെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. ഇന്ന് രാത്രി എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? നിങ്ങളുടെ കരങ്ങൾ ഉയരുന്നില്ലല്ലോ. റെയിൽവേ സ്റ്റേഷനിൽ പോയ 2 ടിക്കറ്റ് കിട്ടും. ഒരു ടിക്കറ്റിൻ്റെ പേര് പ്ലാറ്റ്ഫോം ടിക്കറ്റ്. എല്ലാ കൺവെൻഷൻ ഞാൻ പറയും, പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്താൽ അണ്ണാച്ചി കടയിൽ കയറി പരിപ്പുവടയും ചായയും കഴിക്കാം. എന്നാൽ മറ്റൊരു ടിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിൽ കിട്ടും. ആ ടിക്കറ്റിന്റെ പേര് പ്ലാറ്റ്ഫോം അല്ല, സ്ലീപ്പർ അല്ലെങ്കിൽ AC ടിക്കറ്റ്. ആ ടിക്കറ്റിനകത്ത് എഴുതും കമ്പാർട്ട്മെന്റ് S3 സീറ്റ് നമ്പർ 20. ട്രെയിൻ വരുന്നതിന് മുമ്പ് പെൺകുട്ടി പറയൂ, ട്രെയിൻ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വരും. പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തവന് കയറാൻ പറ്റത്തില്ല. എന്നാൽ അകത്ത് കയറാൻ ടിക്കറ്റ് എടുത്തവൻ ചാടി അകത്ത് കയറുന്നത് പോലെ രക്ഷയുടെ പെട്ടകത്തിന്റെ വാതിലുകൾ അടയാറായി പനച്ചുമൂടി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്താൽ വഴിയരികെ പട്ടുപോകും. രക്ഷയുടെ ടിക്കറ്റ് എടുത്തവരെ ചേർക്കാൻ യേശു വരാറായി. ഇന്ന് രാത്രി ഞങ്ങൾ ഒരു നല്ല കർത്താവിനെ പരിചയപ്പെടുത്തുന്നു. പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തിയപ്പോൾ പഴയ നിയമ ന്യായപ്രമാണ ഏടുകൾ കൊടുക്കുന്നത്, ഒരു വീട്ടിനകത്തൊരു പൈതൽ പാപം ചെയ്താൽ അവനെ പാളയത്തിനകത്ത് കൊണ്ടുവന്ന് കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാ. തീർന്നില്ല. ഒരു പെൺകുട്ടി പാളയത്തിനകത്ത് പാപം ചെയ്താൽ അവളെ കല്ലെറിയുക മാത്രമല്ല, അവളെ തീ വെച്ച് കൊല്ലണം. പഴയ നിയമത്തിൻ്റെ ന്യായപ്രമാണം. എന്നാൽ പുതിയ നിയമത്തിൽ ഞങ്ങൾ ഒരു കർത്താവിനെ പരിചയപ്പെടുത്തുന്നു. ആരാ? നിങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. ആ നല്ല താതൻ കണ്ടു. ഒരപ്പന് നല്ലൊരു മകനുണ്ടായിരുന്നു. അവനെ ബൈബിൾ വിളിക്കുന്നു ധൂർത്തപുത്രൻ. ആ ധൂർത്തപുത്രൻ സമ്പത്തുമായി യാത്രയായ ധൂർത്തപുത്രൻ. അവൻ്റെ സമ്പത്തുള്ളപ്പോൾ, ധനമുള്ളപ്പോൾ അനവധി പേരുണ്ടായിരുന്നു. പക്ഷേ ധനം നഷ്ടപ്പെട്ടു. പന്നിയുടെ കൂട്ടത്തിൽ വാളവരെ തിന്ന് കിടന്നപ്പോൾ അവൻ അപ്പൻ്റെ വീട്ടിനെ പറ്റി സുബോധം തോന്നി. അവൻ യാത്രയായി അപ്പനോട് ചെന്നൊരു കാര്യമുണ്ട്. അപ്പാ, നിന്നോട് സ്വർഗത്തോട് ഞാൻ പാപം ചെയ്തു, നിന്റെ മകൻ എന്ന് വിളിപ്പാൻ യോഗ്യനല്ല. പഴയ നിയമമെങ്കിൽ ആ പൈതലിനെ സ്വോത്രം പാളയത്തിനകത്ത് കല്ലെറിഞ്ഞു കൊന്നേന്. എന്നാൽ പുതിയ നിയമത്തിലെ അപ്പച്ചൻ അവനെ മാറോട് ചേർത്തിട്ട് പറഞ്ഞു, ഈ മകൻ നഷ്ടപ്പെട്ടവനായിരുന്നു, എനിക്ക് മടക്കി തന്നു. ആ പ്രമാണമായി ഇന്ന് രാത്രി പനച്ചുമൂട്ടിൽ ഞങ്ങൾ ഉയർത്തുന്നത് അതിൻ്റെ പേര് കൃപയുടെ പ്രമാണം.
വചനം ഏറ്റെടുക്കുന്നവർക്കാ ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. പുതിയ നിയമത്തിൽ യേശുവിൻ്റെ മുൻപിലേക്ക് പട്ടണം മുഴുവൻ വ്യഭിചാരത്തിൽ പിടിച്ചൊരു സഹോദരിയെ കൊണ്ടുവന്നു. അവളെ പരീശന്മാർ യേശുവിൻ്റെ മുൻപിൽ കൊണ്ടുവന്നു. മോശയുടെ ന്യായപ്രമാണം നിവർത്തി വെച്ചു. അവളെ പാളയത്തിനകത്ത് കല്ലെറിഞ്ഞ് കൊല്ലുവാൻ, തീ പറ്റിക്കുവാൻ ചോദിച്ചു. യേശു നിലത്ത് കൊണ്ട് അവിടെ നിന്നവരെ മുഴുവൻ പേരെഴുതി. അവരെല്ലാം സ്ഥലം കാലിയാക്കി. പാവപ്പെട്ട പെങ്കൊച്ചുണ്ട്. യേശു അവളെ കല്ലെറിയാനല്ല പറഞ്ഞ്, ആ കുഞ്ഞിനോട് പറഞ്ഞു, മോളെ ഇനിമേൽ നീ പാപം ചെയ്യരുത്. കരമുയർത്തുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിച്ച് മാറോട് ചേർക്കുന്ന കൃപയുടെ പ്രമാണം ഇന്ന് വൈകിട്ട് ഞങ്ങൾ സായം സന്ധ്യയിൽ ഇവിടെ പരിചയപ്പെടുത്തുമ്പോൾ, ഈ പനച്ചൻകുഴിയിലോ പഞ്ചാങ്കുഴിയിലോ താങ്കൾ ഒരു മദ്യപാനിയാണോ? കുടുംബജീവിതത്തിൽ തകർന്നതാണോ? നാളെ പറ്റിയുള്ള ഭാവിയാണോ? ഡോണ്ട് നീഡ് ബാക്ക് ഹിസ്റ്ററി. താങ്കളുടെ ബാക്ക് ഹിസ്റ്ററി ഞങ്ങൾക്ക് വേണ്ട. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്ത് പരമയാഗമായ യേശുവിങ്കലേക്ക് ഇന്ന് രാത്രി കരമുയർത്തുമെങ്കിൽ, മുടിയൻ പുത്രനെ മാറോടണച്ച കർത്താവിൻ്റെ കരം ഇന്ന് രാത്രി നിന്നെ തേടി വരും. ഇല്ല, പാപിനിയായ സ്ത്രീയെ ചേർത്ത് പിടിക്കുവാൻ കാണിച്ച കാൽവറിയിലെ കരം ഇന്ന് രാത്രി നിങ്ങളെ തൊടുന്ന രാത്രിയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. കാലം ഇനി അധികമില്ല. കാന്തൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ മുടങ്ങാൻ കാലമായി. ഇന്ന് രാത്രി ഇസ്രായേലിനെ ആര് സംരക്ഷിക്കുന്നു? അതിൻ്റെ പേര് അയൺ ഡോം. ഇതെങ്കിലും ചെറുപ്പക്കാർ കേൾക്കണം, പഠിക്കുന്നവർ. എന്താ അയൺ ഡോം? ഇസ്രായേൽ അമേരിക്ക സംവിധാന ജോയിൻറ്റ് വെഞ്ചർ. അയൺ ഡോം $3.5 ലക്ഷം, അഥവാ $35 ലക്ഷം മറ്റാണ്. 3.5 കോടിയാ ഒരു അയൺ ഡോമിൻ്റെ വില. അർത്ഥം, ഏത് രാജ്യത്ത് നിന്ന് മിസൈൽ വന്നാലും അന്തരീക്ഷത്തിൽ തടഞ്ഞു നിർത്തും അയൺ ഡോം. പറയാം, അയൺ ഡോമിൻ്റെ 5 കാര്യം. 1, ഇലക്ട്രാ റഡാർ. 2, BMC ബാറ്റിൽ മാനേജ്മെൻറ്റ് കമ്പോണൻറ്റ് സിസ്റ്റം. ബൈബിളിലേക്ക് വരിക. ഇന്ന് ഇസ്രായേൽ എന്താ ചെയ്യുന്നത്? അതിനുശേഷം 3, അതിനകത്ത് വേറൊരു സംവിധാനമുണ്ട്. 1, ഇലക്ട്രാ റഡാർ. 2, BMC. 3, ബാറ്റിൽ. 4, മിസൈൽ ലോഞ്ച് സിസ്റ്റം. അടുത്തത് റേഡിയോ പ്ലാന്റ് യൂണിറ്റ്. 5 കാര്യങ്ങളാണ് ഇന്നത്തെ സ്തോത്രം. ഏതാ? അയൺ ഡോം. ഇതാ ഇന്ന് ഇസ്രായേലിലെ നേഴ്സുമാർക്ക് നേരെ ഗാസയിൽ നിന്ന് പലസ്തീനിൽ നിന്ന് മിസൈൽ വരുമ്പോൾ ആകാശത്തിൽ അടിക്കുന്ന ഒരു പേരാ അയൺ ഡോം. എന്താ അയൺ ഡോമിൻ്റെ പ്രത്യേകത എന്ന് പറയാം? ഇതിനകത്തൊരു പ്രത്യേക സംവിധാനം. ബൈബിളിലേക്ക് ഞാൻ വരുക. ഇതെല്ലാം ബൈബിളിലുണ്ട്. എന്താ അയൺ ഡോമിൻ്റെ പ്രത്യേകത? പലസ്തീനിൽ നിന്നോ സിറിയയിൽ നിന്നോ അല്ല ഈജിപ്തിൽ നിന്നൊരു മിസൈൽ വരുമ്പോൾ നമ്മുടെ ക്യാമറ കാണുന്നത് പോലെ ക്യാമറ കാണും. ക്യാമറ ലാൻഡിങ് യൂണിറ്റിനോട് പറയും ബാറ്ററിക്ക് സപ്ലൈ കൂടി ചാർജ് ആവാൻ. ലാൻഡിങ് യൂണിറ്റിനകത്ത് കമ്പോണൻ്റ് BMC. അതിനകത്ത് നിപ്പോണ്ട് മിസൈൽ. നേരെ ആകാശത്തിലേക്ക് പറക്കും. രണ്ടും കൂടെ ആകാശത്തിൻ്റെ മണ്ഡലത്തിൽ വെച്ച് കൂട്ടിമുട്ട് ഇസ്രായേലിൻ്റെ മണ്ണിലേക്ക് വരുന്ന മിസൈലിന് അന്തരീക്ഷത്തിൽ വെച്ച് തടഞ്ഞു നിർത്തി വെടിവെക്കുന്ന സംവിധാനം BMC ബാറ്റിൽ മാനേജ്മെന്റ് കമ്പോൺ. ദ ടോട്ടൽ നൈം. അതിൻ്റെ പേര് അയൺ ഡോം. ഇസ്രായേൽ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നത് ഞങ്ങൾക്കും തരണമെന്ന്. ഇസ്രായേൽ പറയുന്നത് തരത്തില്ലെന്ന്. സൗദിക്കാരൻ പറയുന്നത് ഞങ്ങൾക്ക് തരണമെന്ന്. ഇത് ആർക്കും കൊടുക്കത്തില്ല. ജോയിൻറ്റ് വെഞ്ചർ ഇൻ അമേരിക്ക ആൻഡ് ഇസ്രായേൽ. ഇന്ന് ലോകത്തേത് രാജ്യത്ത് നിന്ന് മിസൈൽ വന്നാലും ഇസ്രായേലിൻ്റെ മണ്ണിൽ പതിക്കാതിരിക്കാൻ. പണ്ട് കൗരവ പാണ്ഡവ യുദ്ധം ആകാശത്തിനകത്ത് ബ്രഹ്മാസ്ത്രവും ആഗ്നേയാസ്ത്രവും തകർത്തതുപോലെ ഇന്ന് ഇസ്രായേലിൻ്റെ കയ്യിലിരിക്കുന്നത് ഏറ്റവും നിർണായകമായ ഒരു സംവിധാനം. അതിൻ്റെ പേര് അയൺ ഡോം. ബൈബിളിനകത്തുണ്ടോ? ഇങ്ങനൊരു സംഭവം ഇസ്രായേലിൻ്റെ ഉണ്ട്. ഇതാ നമ്മുടെ ബൈബിൾ. ഇന്ന് ഇസ്രായേലിനെ കാക്കുന്ന അയൺ ഡോം. വായിക്കാം, യെശയ്യാ പ്രവചനം 31:5. അയൺ ഡോം ബൈബിളിനകത്ത്. സകല ടെക്നോളജിയും ബൈബിൾ. യെശയ്യാ പ്രവചനം 31 അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം വായിച്ചാട്ടെ. പക്ഷി ചുറ്റിക്കറന്ന് കാക്കുന്നത് പോലെ. വായിക്കാം കുഞ്ഞ്. പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ യെരൂശലേമിനെ കാത്തുകൊള്ളും. ഇപ്പോൾ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി സന്തോഷമായിട്ട് നിൽക്കുന്നത് ബെഞ്ചമിൻ നെതന്യാഹു. നിൽക്കുന്നത് എന്താണെന്നറിയാമോ? അയൺ ഡോമുണ്ട്. ഏത് രാജ്യത്ത് നിന്ന് മിസൈൽ വന്നാലും അന്തരീക്ഷത്തിൽ തകർത്ത് കളയും. പണ്ട് ഇറാഖ് കുവൈറ്റ് യുദ്ധത്തിൽ സദാമിൻ്റെ മിസൈലിനെ അമേരിക്ക പേട്ടിയിട്ട് കൊണ്ട് തകർത്ത് പോലെ അയൺ ഡോം. എന്നാൽ ഇന്ന് രാത്രി റഷ്യ, ചൈന, സൗദി അറേബ്യ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ 21 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഇസ്രായേലിന് ചുറ്റും ബാക്കി ലോക ശക്തികൾ അവൻ്റെ നേരെ വന്നാൽ അമേരിക്കയിൽ നിന്നൊരു വിമാനം 9 മണിക്കൂർ കൂടുതലെടുക്കും ഇസ്രായേലിലെത്താൻ. ബോംബെ 6 മണിക്കൂർ എടുക്കും ഇസ്രായേലിലെത്താൻ. ചുറ്റും കിടക്കുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങൾ മുഴുവൻ ഇസ്രായേലിന് നേരെ വരുന്ന കാലം വിദൂരമല്ല. ആ വിമാനങ്ങൾ ആകാശത്തിനകത്ത് പറന്ന് കയറും. യവൻ്റെ അയൺ ഡോം എല്ലാ വഴിക്കും അടിക്കാൻ പറ്റത്തില്ല. അന്ന് ഇസ്രായേലിൻ്റെ പാളയത്തിനകത്ത് ഒരു നിലവിളി ഉയരുന്ന രാത്രി വരാറായി. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കള് 2022 ഫെബ്രുവരി മാസം 23
റഷ്യയുടെ വിമാനങ്ങൾ, ഉക്രൈൻ്റെ പട്ടണങ്ങൾ, കീവ്, ഓർക്കീവ്, മരിയാപ്പോൾ, ഒഡേസ, സബ്രോഷ്യ, ലൊണാസ്ക്, ഇവിടെയെല്ലാം കയറി. അതുപോലെ ഇന്ന് രാത്രി നിങ്ങളിവിടെ കേൾക്കുമ്പോൾ അറബ് രാജ്യങ്ങളും റഷ്യയും ചൈനയും എല്ലാ ഇസ്ലാമിക രാഷ്ട്രങ്ങളും തുർക്കിയും ചേർന്ന് ആയിരക്കണക്കിന് വിമാനങ്ങൾ ആരുടെ മണ്ണിലേക്ക് വരും? കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൻ്റെ വലിപ്പമുള്ള 1,00,000 പേരുള്ള കേരളത്തിൻ്റെ പകുതിയുള്ള ഇസ്രയേലിൻ്റെ മണ്ണിലേക്ക് ശബ്ദത്തോടെ വിമാനം കയറുന്ന നാൾ വിദൂരമല്ല. എന്നാൽ ഇന്ന് രാത്രി ആ വിമാനങ്ങളുടെ മുരൾച്ച അവിടെ കേക്ക്, യഹൂദൻ്റെ നിലവിളി അവിടെ ഉയരും. 2 കാര്യം ഇസ്രയേലിൽ സംഭവിക്കും. 1 ഈ വിമാനങ്ങളുടെ മുരൾച്ച, 2 യഹൂദൻ്റെ നിലവിളി. അത് 2ഉം അവിടെ സംഭവിക്കുന്നതിന് മുമ്പ് പഞ്ചാങ്കുഴി ദൈവസഭ ഇവിടെ ഒരു ശബ്ദം മധ്യാകാശത്തിൽ കേൾക്ക്. അതിൻ്റെ പേരാ കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്, ജീവനോടിരിക്കുന്ന നാം അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. പഞ്ചാങ്കുഴിയേ, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പേ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. നമ്മുടെ യേശു വരാറായി. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പി. അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനലെടുത്തു. അന്തിമ യുദ്ധം യെരൂശലേമിലേക്ക്. വായിക്കാം അവസാന ഭാഗം മത്തായി സുവിശേഷം 23:37. ബാക്കി നാളെ രാത്രി വായിക്കാം. മത്തായി 23:37 വായിച്ചട്ടെ. യെരൂശലേമേ, യെരൂശലേമേ. ഈ വാക്യമെങ്കിലും കേട്ടിട്ട് നിങ്ങൾ കൈ ഉയർത്തണം. ഇതുവരെയും കൈ ഉയർത്തണം. യെരൂശലേമേ, യെരൂശലേമേ, കോഴി പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ, നിന്റെ കുഞ്ഞുങ്ങളെ ചേർക്കാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. നിങ്ങൾക്കോ മനസ്സായില്ല. കരമുയർത്തിയാട്ട്. അന്തിമ ദിനം യേശു പറഞ്ഞ പ്രവചനത്തിന്റെ നിവർത്തി. സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെ ശൂന്യകാലം അടുത്തു. ഇന്ന് രാത്രി സംഭവങ്ങൾ മുഴുവൻ യേശുവിൻ്റെ വരവിനെ കാണിക്കുന്നു. ഇന്ന് രാത്രി നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? കൊട്ടാരമായാലും മൃത്യു കടന്നു വരും. കോട്ടയ്ക്കകത്ത് മരണം നിന്നെ പിടിക്കും. ഇന്ന് രാത്രി ഞങ്ങൾ ചങ്ക് കീറി പ്രസംഗിക്കുന്നത് ഒരാത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഇന്ന് രാത്രി ഈ സന്ദേശം ആദ്യമായി ഓൺലൈനിൽ അല്ലെങ്കിൽ പഞ്ചാങ്കുടിയിൽ പനച്ചുമൂടിൽ പുണ്യസ്ഥലങ്ങൾ തേടണ്ട, സ്തോത്ര കാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. ഇന്ന് രാത്രി കർമ്മകാണ്ഡാദികൾ നിന്നെ രക്ഷിക്കത്തില്ല. മന്ത്രസൂക്തങ്ങൾ നിന്റെ മരണത്തിനപ്പുറമില്ല. എന്നാൽ മരണത്തിനപ്പുറം നിന്നെ രക്ഷിപ്പാൻ നല്ല നാഥനെ ഇന്ന് രാത്രി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ഇന്ന് രാത്രി സത്യസുവിശേഷത്തിൻ്റെ ഏടുകൾ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക്, കറുത്തവനാകട്ടെ വെളുത്തവനാകട്ടെ, പണ്ഡിതനാകട്ടെ പാമരനാകട്ടെ, തൊഴിലാളിയാകട്ടെ മുതലാളിയാകട്ടെ, ദാരിദ്രനാകട്ടെ ധനവാനാകട്ടെ, ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ച് ആരി പട്ടണത്തിൽ പറയും, യേശു എൻ്റെ ഏക രക്ഷകൻ, യേശു എൻ്റെ ഏക കർത്താവ്, യേശു എൻ്റെ ഏക ദൈവം. താങ്കളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കുവാൻ യേശു മധ്യാകാശത്തിൽ വരാറായി. ഇന്ന് രാത്രി കരമുയർത്തിയാട്ടെ. കാന്തൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഇന്ന് രാത്രി ഒരുങ്ങിയിട്ടുണ്ടോ? വചനം കേട്ട് നശിച്ചു പോകരുതേ മക്കളെ. ശൗലിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ശൗൽ നല്ലൊരു രാജാവായിരുന്നു. ദൈവത്തിൻ്റെ പ്ലാൻ വിട്ട് പദ്ധതി വിട്ടുപോയി. അവനൊരു പൈതലുണ്ടായിരുന്നു, യോനാഥാൻ. അപ്പൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് ഒന്നും അറിയാതെ പിഞ്ചുകുഞ്ഞ് എവിടെ ചെന്നു? ഗിൽബോറ പർവ്വതനിര. സൺഡേ സ്കൂൾ വായിച്ചു കാണും. അപ്പൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് കുഞ്ഞിൻ്റെ ശരീരത്തിൽ കുന്തം കൊണ്ട് അവൻ മരിച്ചു വീണു. ശൗൽ നാട്ടുകാരുടെ കുന്തമല്ല, ദാവീദിനെറിഞ്ഞെതിരെ കുന്തം എടുത്ത് അവനും അങ്ങ് തീർന്നു. സ്വോത്രം. പടി നിമിത്തത്തിൽ ഒരപ്പൻ്റെയും മകൻ്റെയും പതനം തീർന്നില്ല. ചർച്ചിനെതിരെ പദ്ധതി വെച്ച 3 പിതാക്കന്മാരുണ്ടായിരുന്നു, ദാഥാൻ, അബീരാം, കോരഹ്. സ്വോത്രം. കോരഹിന്റെ മക്കൾ പറഞ്ഞു, പപ്പാ ദൈവസഭയ്ക്കെതിരെ നിൽക്കരുത്, സഭ സ്വർഗത്തിലെ ദൈവത്തിൻ്റെതാ, ന്യായവിധി ഉറപ്പാ. അപ്പൻ പറഞ്ഞു, മിണ്ടിപ്പോകരുത്. ദൈവസഭയ്ക്കെതിരെ പോരാടിയ ദാഥാനെയും അബീരാമിനെയും കോരഹിനെയും കണ്ടോ? ഭൂമി പിളർന്ന് അവരെ നെടുകേ അതിനകത്തിട്ട് വിഴുങ്ങിക്കളഞ്ഞു. മക്കളെ, കോരഹിന്റെ മക്കളെ ഞാൻ വിളിക്കുന്ന ഒരു പേരുണ്ട്, കോണം പിടിക്കാത്ത അപ്പൻ്റെ കോണം പിടിച്ച മക്കള്. സ്വോത്രം.
അവരപ്പൻ്റെ പാതയിൽ നിന്നില്ല. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ കൂടില്ല. പഞ്ചാങ്കുഴി ദൈവസഭയെ ഞങ്ങളെ കയറ്റിയില്ലേലും വാതക്ക നിന്നൊരു ഹല്ലേലൂയ പറയുവാൻ കരമുയർത്തിയാട്ടെ. ആലയത്തിൻ്റെ വാതിൽക്കൽ കാവൽക്കാരനായി നിൽപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണേ. ശൗലിൻ്റെ മകൻ പാരമ്പര്യത്തിൻ്റെ പടുകുടിയിൽ നിന്നപ്പോൾ ഗിൽബോറ പർവ്വതനിരയിൽ പട്ടുപോയി. എന്നാൽ പാരമ്പര്യത്തിൻ്റെ സീമ വിട്ട് നാഥൻ്റെ മുഖം നോക്കി യാത്ര ചെയ്ത് ആലയത്തിനകത്ത് കരമുയർത്താൻ ശ്രമിച്ച കുഞ്ഞുങ്ങൾ സങ്കീർത്തനത്തിൻ്റെ ഏടുകൾ എഴുതുവാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം ചലിച്ചെങ്കിൽ ഇന്ന് രാത്രി പഞ്ചാങ്കുഴിയെ വഴിയിൽ വെച്ച് പട്ടുപോകാതിരുപ്പാൻ പുത്രനായ ക്രിസ്തുവിനെ ചുംബിപ്പേൻ. എത്ര പേരിലേക്ക് വചനമെത്തി? താങ്കൾ ഒരു പാപിയാണോ? മുടിയൻ പുത്രൻ മടങ്ങി വന്നതുപോലെ മടങ്ങി വാ സഹോദര. താങ്കൾ ഒരു ഹല്ലേലൂയ കുറ്റത്തിൽ വീണത് മകളെ, ഇന്ന് രാത്രി സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്നിരിക്കുന്നു. പാരമ്പര്യത്തിൻ്റെ മതിൽക്കെട്ടിനകത്ത് പച്ചവെള്ളത്തെ പാപം പോലെ വലിച്ചു കുടിച്ചുകൊണ്ട് ലോകമാകുന്ന ഗംഭീരവാരിതിയിൽ നീർക്കുമുള്ള പോലെ ഈ മിന്നുന്ന സുഖങ്ങൾ കണ്ടിട്ട് വരാനിരിക്കുന്ന മരണത്തിൻ്റെ കരാളഹസ്തങ്ങൾ താങ്കളെ പുൽകുന്നതിന് മുമ്പ് കോരകപുത്രന്മാർ പറഞ്ഞതുപോലെ പള്ളിയുടെ വാതിൽക്കൽ നിന്ന് ഒരു ഹല്ലേലൂയ പറയുവാൻ, എന്നെ ഒന്ന് ബലപ്പെടുത്തണമെന്ന് ഇന്ന് രാത്രി ആത്മാവിൽ കരമുയർത്തുവാൻ സന്തോഷമുള്ളവരുടെ കുഞ്ഞുങ്ങളുടെ പേരുകൾ ഇന്ന് രാത്രി ജീവന്റെ പുസ്തകത്തിൽ ചേർക്കുന്ന രാത്രിയാണ്. വചനം മനസ്സിലാകുന്നവർ ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്ന എൻ്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കും. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. സ്വോത്രം സ്വോത്രം സ്വോത്രം. ലോകം പറയും ഒന്നും നടക്കത്തില്ല, ഒന്നും നടക്കത്തില്ല. പണ്ടൊരു കപ്പലുണ്ടായിരുന്നു, അതിൻ്റെ പേരാ ടൈറ്റാനിക്. എത്ര പേർക്കറിയാം? ബാക്കി നാളെ 1912 ഏപ്രിൽ മാസം 14 ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പൽ യാത്രയാകുന്ന പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നോട്ട് ചെയ്യാം. 3500 പേർ, 5 തട്ടുള്ള കപ്പൽ. ലണ്ടനിലെ തുറമുഖ സദാൻഡ്രാൻ 2227 കിലോമീറ്റർ ന്യൂയോർക്ക്. ക്യാപ്റ്റൻ സ്മിത്ത് പറഞ്ഞു, ദൈവം വിചാരിച്ചാലും ഈ കപ്പൽ തകരത്തില്ല. കപ്പൽ ഉണ്ടാക്കിയത് വൈറ്റ് സ്റ്റാർ ഷിപ്പിംഗ് കമ്പനി. 50,000 ഹോഴ്സ് പവർ. കന്നി യാത്ര, ആട്ടും പാട്ടും കൂത്തു. എതിരെ വന്ന കപ്പലുകൾ മുന്നറിയിപ്പ് കൊടുത്തു, ക്യാപ്റ്റൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മഞ്ഞുമല. ക്യാപ്റ്റൻ പറഞ്ഞു, മിണ്ടരുത് മിണ്ടരുത് മിണ്ടരുത്. കപ്പലിനകത്ത് അനവധി പേരും പറഞ്ഞു, സാർ കപ്പൽ ഇടിക്കും. ആ കഥ വായിച്ചപ്പോൾ ഞാൻ കരഞ്ഞൊരു കാര്യമുണ്ട്. താഴെ ഒരു മുറിക്കകത്ത് ഒരു ഇംഗ്ലീഷുകാരൻ കിടക്കുക, $3,00,000 വെച്ചിരിക്കുക. ടോം പാസ്റ്റർ സ്വോത്രം. അതേ കപ്പൽ കാഴ്ച കാണാൻ മേളിൽ കയറിയിരിക്കുക. പൈസ താഴെ മുറി പൂട്ടി വെച്ചിരിക്കുക. ആ സമയത്തായി മഞ്ഞുമല ഇടിച്ചത്. പുള്ളി ഒരു കാര്യം ചെയ്ത്, പുള്ളി പണം എടുക്കാൻ പോയില്ല. സ്വോത്രം. അവിടെ നിന്ന് ഒരു ലൈഫ് ജാക്കറ്റും 3 ഓറഞ്ചുമായിട്ട് ചാടി. സ്വോത്രം. പുള്ളിയുടെ ആ കഥയിൽ എഴുതിയേക്കുക, $3,00,000 വേണ്ടി ഞാൻ താഴെ പോയിരുന്ന് ഞാൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ തീർന്നേന്. പക്ഷേ അത് നോക്കാതെ എനിക്കൊരു ലൈഫ് ജാക്കറ്റും 3 ഓറഞ്ചുമായി എന്നെ രക്ഷപ്പെടുത്തിയത്. ഇന്ന് രാത്രി ധനവാന്, നിന്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിച്ചാലും മരണം കൊണ്ട് കൊണ്ടുപോകത്തില്ല. എന്നാൽ പഞ്ചാങ്കുടിയിലെ 2021 കൺവെൻഷൻ ഒരു ലൈഫ് ജാക്കറ്റ് ഞങ്ങൾ പരിചയപ്പെടുത്തുക. അതിൻ്റെ പേരാ യേശു ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ. സ്വോത്രം. ആ ധനവാൻ രക്ഷപ്പെട്ടു. ടൈറ്റാനിക് എവിടെ തീർന്നു? അറ്റ്ലാന്റിക് സമുദ്രത്തിൽ. കന്നി യാത്ര 2000 തീർന്നു ആ സെക്കൻഡിനകത്ത്. ടൈറ്റാനിക്കിൻ്റെ ബാക്കി പറയാം. 187 അടി നീളം, 97 വീതി, 52 ഉയരം. ലോകത്തിൽ മനുഷ്യൻ പണിയുന്നതെല്ലാം ഇവിടെ തീരും. എന്നാൽ പണ്ടൊരപ്പച്ചൻ ഒരു പെട്ടകം പണിയാൻ സ്വർഗം കൽപ്പന കൊടുത്തു. നോക പെട്ടകത്തിന് കൽപ്പന 7 അടിസ്ഥാനം. 1 ഗോഫേർ മരം, 2 300 നീളം, 3 50 വീതി, 4 30 ഉയരം, 5 3 തട്ട്, 6 കിളിവാതിൽ, 5 സൈഡ് വാതിൽ. 7 അടിസ്ഥാന ഉപദേശത്തിൽ ഒരു പെട്ടകം പണിഞ്ഞു. സ്വർഗം കുറ്റിയിട്ടു. യാത്രയായി. 40 രാവും 40 പകലും മഴ പെയ്തു. അന്നടിച്ചതാ യെല്ലോയും മാംഗോയും പൈനാപ്പിളും ഓറഞ്ച് അലർട്ടും എല്ലാം അലർട്ട എന്ന് വരുന്നത്. യേശു പറഞ്ഞു, നോകയുടെ കാലത്ത് സംഭവിച്ചതുപോലെ, മനുഷ്യപുത്രൻ്റെ വരവിൽ ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ ഈ രാത്രി മക്കളെ. നോകയുടെ ഭാര്യ മക്കളും ഒക്കെ പറഞ്ഞ് കർത്താവ് പറഞ്ഞത് കള്ളാമിക്കാറ് പൂവാറി നമ്മൾ മുങ്ങുമെന്ന്. സ്വോത്രം. നോക പറഞ്ഞു, മിണ്ടരുത് മിണ്ടരുത് മിണ്ടരുത്. ഇത് അടിസ്ഥാനപ്പെട്ട് സ്വർഗത്തിലെ ദൈവം. 40 രാവും 40 പകലും മഴ പെയ്തു. ആടി ഉലഞ്ഞ പെട്ടക. അല്പ പ്രശ്നങ്ങൾ അതിനകത്ത് നടന്നെങ്കിലും അത് അറാറാത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം ഉറപ്പിച്ചെങ്കിൽ ഇന്ന് രാത്രി 7 അടിസ്ഥാന ഉപദേശമുള്ള ദൈവസഭയെ ചേർക്കുവാൻ യേശു വരാറായി. ആരാ? രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് ഹല്ലേലൂയ മുങ്ങി സ്നാനമേറ്റ് ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് തിരുമേശയിൽ പങ്കാളിയായി പ്രാർത്ഥനാ ജീവിതം കഴിക്കുന്ന ദൈവമക്കളെ ചേർക്കുവാൻ എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറ്. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? വചനമകത്തളങ്ങൾ ചലിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഈ ലോക ജീവിതത്തിൽ വൻ ശോധനകൾ വരും. കപ്പലിനകത്ത് പ്രശ്നം കാണും, സഭയ്ക്കകത്ത് പ്രശ്നം കാണും, ദൈവമക്കളിൽ പ്രശ്നം കാണും. നീ അതൊന്നും നോക്കരുത്. അല്പ പ്രതികൂലമുണ്ടായാലും, പെട്ടകം വെള്ളത്തിനകത്ത് ആടി ഉലഞ്ഞാലും, പരിഭവങ്ങൾ വന്നാലും, നോകയുടെ
ഉടമ്പടിയുടെ പെട്ടകത്തെ അറാറാത്തിലകത്ത് ഉറപ്പിച്ച സ്വർഗത്തിലെ ദൈവം തൻ്റെ സഭയെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വരാറായി. ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. അത്തിയെ നോക്കി ഒരു ബൊമ്മ പഠിപ്പീൻ, അതിൻ്റെ കൊമ്പിളത ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തുവല്ലോ. പാടുന്ന കുഞ്ഞുങ്ങൾ മുൻപോട്ട് വന്നാട്ടെ. ഒരൊഴിച്ചുമാറ്റൽ ഇവിടെ നടക്കും. എന്താ ഇവാക്യുവേഷൻ? കേൾക്കണം. ഒന്നാമത്തെ ഒഴിച്ചുമാറ്റൽ 1945. മനസ്സിലായിക്കൊണ്ട് ഇവിടുന്ന് പോകാവൂ. രണ്ടാം ലോക മഹായുദ്ധം, 5.5 കോടി പേർ മരിച്ചു. ജർമ്മനിയുടെ ആക്രമണം പറയുന്ന ബ്രിട്ടൻ അനേകം പേരെ ഒഴിച്ചു മാറ്റി. 1. 2, ഇന്ത്യക്കാർ ശ്രദ്ധിക്കണം, കുവൈറ്റ് യുദ്ധം. അന്നത്തെ കാലത്ത് കുവൈറ്റിലുള്ള മലയാളികളെ ടയോട്ട സണ്ണിച്ചായൻ വഴി ഒഴിച്ചു മാറ്റി. ഒരന്ത്യകാലമായിരുന്നു അതെല്ലാം. അത് കഴിഞ്ഞ് 2013 നിര്യാതനായ ഉമ്മൻചാണ്ടി സാർ യമനിൽ സുഡാനിൽ കലാപം, നേഴ്സുമാരെ ഒഴിച്ചു മാറ്റി. 16 നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ യമനി കലാപം, നേഴ്സുമാരെ ഒഴിച്ചു മാറ്റി. 2018 ഇന്ത്യ കണ്ടു ഓക്കി ചുഴലിക്കാറ്റ്, അനേകം പേരെ സ്കൂളുകളിൽ ഒഴിച്ചു മാറ്റി. വെക്കേഷൻ 20 ഒരു പേര് വന്ന് ഗൾഫിലുള്ള നമ്മുടെ പിള്ളേരെ വിളിക്കാൻ ഒരു വിമാനം പോയി, സർവീസ് വന്ദേ ഭാരത്. കേട്ട വല്ലവരുണ്ടോ? കരമുയർത്തിയാട്ട്. കോവിഡ് കാലത്ത് നമ്മുടെ പിള്ളേരെ എല്ലാം വിളിക്കാൻ ഒരു വിമാനമെടുത്തി വന്ദേ ഭാരത്. തീർന്നില്ല. ഇപ്പോൾ ഇവിടെ വന്ദേ ഭാരത് ട്രെയിൻ നടന്നപ്പോൾ യമനിൽ വീണ്ടും കലാപം. ആ സമയത്ത് ഇന്ത്യയുടെ കേരളക്കാരനായ വി മുരളീധരന് മോഡി സാർ പറഞ്ഞ് തിരുവനന്തപുരത്ത് വരണ്ട, നേരെ ജിദ്ദേ പോ, ഒരു പരിപാടി ആസൂത്രണം ചെയ്യും, ഇന്ത്യക്കാരെ യമനിൽ നിന്ന് കൊണ്ടുവരണം. ഓപ്പറേഷൻ ഗംഗ. കേട്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അതൊരു നിഴലെങ്കിൽ ഇനി ഒരു ഓപ്പറേഷൻ ഇവിടെ നടക്കാൻ പോകുന്നു. ആ ഒഴിച്ചു മാറ്റലിന്റെ പേരാ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത ഭക്തന്മാരെ ചേർക്കുവാൻ മേഘാരൂഢനായി കാന്തൻ വരാറായി. മേഘങ്ങളെ തേരാക്കി അവൻ കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. സത്യവചനം കേട്ടിട്ട് ഇന്ന് രാത്രി ഫറവോന്റെ ഹൃദയം കഠിനമാക്കിയതുപോലെ കഠിനമാക്കാതെ യേശുവിങ്കലേക്ക് വാ. നിങ്ങൾക്ക് വേണ്ടി ആ കാൽവറി മല ഈ രാത്രി ഉയർന്നു നിൽക്കുന്നു. യേശുവിൻ്റെ വരവ് ഏറ്റവും അടുത്തു പോയി. കാലമിനി അധികമില്ല. നമ്മുടെ കാന്തൻ വരാറായി. ഇവിടുത്തെ ഉന്നതന്മാർ എനിക്ക് നേരിട്ടറിയാവുന്നത് CPM സെക്രട്ടറിയും മുഖ്യമന്ത്രിയാവാൻ കൊതിച്ചിരുന്ന സഖാവ് കോടിയേരി 69ാമത്തെ വയസ്സിൽ കോടിയേരി ബാലകൃഷ്ണൻ സാർ പോയി. എൻ്റെ അടുത്ത ബന്ധുവും ഞാൻ സ്നേഹിക്കുന്നതും ഞങ്ങളുടെ കുടുംബത്തിലെ ഉമ്മൻചാണ്ടി സാർ 80ാമത്തെ വയസ്സിൽ പോയി. മരണത്തിൻ്റെ തലേന്ന് രാത്രി ഉദയംകുളങ്ങര കൺവെൻഷൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ തന്നെ ഡയറക്റ്റ് പ്രാർത്ഥിച്ചു. സ്തോത്രം. അദ്ദേഹവും 80ാമത്തെ വയസ്സിൽ ലോകം വിട്ടുപോയി. ഇന്ന് രാത്രി പറ, ഭരണാധികാരിയായാലും മരണമാ, തൊഴിലാളിയായാലും മരണമാ. മരണം നിശ്ചയമാ, സമയം നിശ്ചയമല്ല. 2 കാര്യം ആർക്കും പറയാൻ പറ്റത്തില്ല. 1 കർത്താവിൻ്റെ മേഘപ്രത്യക്ഷത, 2 മനുഷ്യൻ്റെ മരണം. എന്നാൽ ഇന്ന് രാത്രി മരണം ഞങ്ങളെ പിടിക്കുന്നതിന് മുമ്പ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ മരണത്തിനപ്പുറം നിന്നെ ചേർക്കുവാൻ കല്ലറയ്ക്കപ്പുറത്ത് അവൻ്റെ ഗംഭീരനാദവുമായി നാഥൻ വരാറായി. എന്നിൽ വിശ്വസിക്കുന്നവൻ, ബാക്കി മിണ്ടുന്നില്ല പെന്തിക്കോസുകാർ, മരിച്ചാലും ജീവിക്കും. ഇന്ന് രാത്രി വിളിച്ചു പറ, കൂടാരമായ ഭൗമഭവനം മണ്ണിനകത്ത് കെട്ടുപോയാലും കൈപ്പണിയല്ലാത്ത നിത്യഭവനമൊരുക്കി തൻ്റെ കാന്തയെ ചേർക്കുവാൻ കാന്തൻ വരാറായി. എഴുന്നേൽക്കാം എല്ലാ കരങ്ങളും അടിച്ച്. കൃത്യസമയം ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരായി ഇന്ന് മണ്ണിൽ സാധുവായ എന്നെ അങ്ങ് കാത്തതിനായി എല്ലാ കരങ്ങളും അടിച്ച് കൊയറിനോട് ചേർന്ന് അല്പസമയം പഞ്ചാങ്കുഴി ഉണരട്ടെ. രീക ചാനക ബൗദ്ധമനാഥന ബന്ധൽ കമര എല്ലാ കരങ്ങളും അടിച്ച് അല്പസമയം ദൈവത്തെ ആരാധിച്ചാട്ട്. ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ. യെസ്, ശക്തിയോടെ എന്നാലോ സാധു ഞാൻ സന്നിധി നിന്നതോ, എന്നാലോ സാധു ഞാൻ സന്നിധി നിന്നതോ, ഒന്നേശുവേ കൃപയാ ലോകപാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകപാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങ് ചിറകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം എല്ലാ കാര്യങ്ങളും പഠിച്ച്. അങ്ങ് ചിറകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. നിർത്തിയതാണെന്റെ ഇന്നതല്ല ഞാൻ എത്ര സ്തുതിച്ചിടണം. ശക്തിയോടെ നിർത്തിയ
എന്നതാണെന്റെ നിന്നതല്ലാതാൻ എത്ര സ്തുതിച്ചിടണം. നിന്ന പരിഹാസം ഏറെ സഹിച്ചു ഞാൻ, നിന്ന പരിഹാസം ഏറെ സഹിച്ചു ഞാൻ. എത്ര നന്നാക്കിടണം ശക്തിയോടെ ലോകപാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകപാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങ് വർദ്ധിപ്പിക്കണേ ഒരു നാൾ സ്വർഗ്ഗകൂടാരത്തിൽ വന്നിക്കും ഞാനെന്നാളെ. യേശു വരാറായി ഒരു നാൾ സ്വർഗ്ഗകൂടാരത്തിൽ വന്നിക്കും ഞാനെന്നാളെ. എന്തിനും പ്രിയന്റെ ഉന്മുഖം കാണുവാൻ, എന്തിനും പ്രിയന്റെ ഉന്മുഖം കാണും ഞാൻ. എന്റെ ആശയേറിയിടും എല്ലാ കാര്യങ്ങളും പഠിച്ച് ലോകപാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകപാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങ് ചിറകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങ് ചിറകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഇന്നലെ മിന്നിയ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരായിരുന്നു മണ്ണിൽ. കൃപ 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 ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരായിരുന്നു മണ്ണിൽ. സാധുവായ എന്നാലോ സാധു ഞാൻ സന്നിധി നിന്നപ്പോൾ, എന്നാലോ സാധു ഞാൻ സന്നിധി നിന്നപ്പോൾ യേശുവേ കൃപയാ. ശക്തിയോടെ ലോകപാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകപാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങ് ചിറകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങ് ചിറകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. സ്നേഹത്തിൽ എന്നും വസിച്ചിടുവാൻ കൃപയേകിടണേ. എല്ലാ കാര്യങ്ങളും പഠിച്ച് ആരാധിച്ചാണ്. ദോഷം ഇല്ലാതെ ജീവിപ്പാൻ കൽവരം നൽകിടണേ. ശക്തിയോടെ സ്നേഹത്തിൽ എന്നും വസിച്ചിടുവാൻ കൃപയേകിടണേ. ദോഷം ഇല്ലാതെ ജീവിപ്പാൻ കൽവരം നൽകിടണേ. ലോകപാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ശക്തിയോടെ ലോകപാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങ് ചിറകിൻ മറവിലാണ് എല്ലാ കാര്യങ്ങളും പഠിച്ച് ആരാധിച്ചാണ്. വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങ് ചിറകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ലോകപാപം പിശാച് ലോകപാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകപാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങ് ചിറകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം എല്ലാ കാര്യങ്ങളും പഠിച്ച് ആരാധിച്ചാണ്. എല്ലാ കാര്യങ്ങളും പഠിച്ച് ആരാധിച്ചാണ്. ചെട്ടികൾ കൊണ്ടുന്ന രാത്രി, വ്യഞ്ജനങ്ങൾ അഴിയുന്ന രാത്രി, ഓരുകൾ മാറുന്ന രാത്രി, ഒട്ടോളമല്ല അരയോളമല്ല. ലോകപാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങ് ചിറകിൻ മറവിലാണ് അപ്പച്ചന്റെ കാര്യം, അപ്പച്ചന്റെ കാര്യം. ആണ്ടവരിൽ വല്ലവൻ, ആണ്ടവരിൽ വല്ലവൻ. വിശ്വാസം എല്ലാവരും ആരാധിച്ച